നിങ്ങളൊരു സ്പേസ് ഷിപ്പിൽ ഇരിക്കുക. സ്പീഡ് കൂടുന്നു. സെക്കൻഡില് 10,000 കിലോമീറ്റർ വേഗത്തിലാകുന്നു. അത് 1,00,000 ആകുന്നു. അവസാനം ലൈറ്റ് സ്പീഡ് സെക്കൻഡില് 3,00,000 കിലോമീറ്റർ. ഈ സ്പീഡ് കടന്നാൽ എന്ത് സംഭവിക്കും? നമ്മളെ ടൈമില് മുന്നോട്ടോ പിന്നോട്ടോ പോകുമോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇല്ലാതാകുമോ? നമുക്ക് നോക്കാം. ലൈറ്റ് സ്പീഡ് ഒരു സാധാരണ സ്പീഡ് അല്ല. ഇത് യൂണിവേഴ്സിന്റെ ഹാർഡ് ലിമിറ്റ് ആണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് നത്തിങ് വിത്ത് മാസ് ക്യാൻ റീച്ച് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. പക്ഷെ എന്തുകൊണ്ട് മാസ് ഇൻഫിനിറ്റ് ആകുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ ക്ലാസിക്കൽ ഫിസിക്സ് പറയുന്നത് പോലെ മാസ് കോൺസ്റ്റന്റ് അല്ല. റിലേറ്റിവിറ്റി പ്രകാരം സ്പീഡ് ലൈറ്റ് സ്പീഡിന് അടുത്താകുമ്പോൾ ഒബ്ജക്റ്റിന്റെ റിലേറ്റിവിസ്റ്റിക് മാസ് ആക്സിലറേഷൻ ചെയ്യാൻ കൂടുതൽ എനർജി വേണം. ലൈറ്റ് സ്പീഡ് എത്തുന്ന എക്സാക്ട് പോയിന്റില് മാസ് ഇൻഫിനിറ്റ് ആകും. ഇൻഫിനിറ്റ് മാസുള്ള ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ഇൻഫിനിറ്റ് ഫോഴ്സ് വേണം. യൂണിവേഴ്സിൽ അത് ഇമ്പോസിബിൾ ആണ്. എനർജി റിക്വയർമെന്റ് നോക്കിയാൽ ഇൻഫിനിറ്റ്. ഐൻസ്റ്റീന്റെ ഇക്വേഷൻ E=mc². ഇവിടെ C ലൈറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുമ്പോൾ എഫക്റ്റീവ് മാസ് കൂടും. മാസ് കൂടുമ്പോൾ എനർജി റിക്വയർമെന്റ് കൂടുതലാണ്. കൂടിയ ലൈറ്റ് സ്പീഡ് എത്തുമ്പോൾ എനർജി ഇൻഫിനിറ്റ് ആണ്. അതായത് ഒരു മാസ് ഒബ്ജക്റ്റിനെ ലൈറ്റ് സ്പീഡ് എത്തിക്കാൻ യൂണിവേഴ്സിലെല്ലാം മുഴുവൻ എനർജി കൂടും. മതിയാകില്ല. സ്പേസ് ആൻഡ് ടൈം നോക്കിയാൽ ഡിസോർട്ട് ചെയ്യും. ഇതാണ് ഏറ്റവും മൈൻഡ് ബെൻഡിങ് പാർട്ട്. ലൈറ്റ് സ്പീഡിന് അടുത്താകുമ്പോൾ ടൈം ഡയലേഷൻ. ഔട്ട്സൈഡ് ഒബ്സർവിന് നിങ്ങൾ സ്ലോ മോഷൻ അല്ല, അവർക്ക് ടൈം നോർമൽ പോലെ. ലെങ്ത് കോൺട്രാക്ഷൻ മോഷൻ ഡയറക്ഷനില്ല. സ്പേസ് കംപ്രസ് ചെയ്യും. യൂണിവേഴ്സ് മുന്നിലേക്ക് സ്ക്വീസ് ചെയ്യുന്ന പോലെ തോന്നും. എക്സാക്ട് ലൈറ്റ് സ്പീഡില് ടൈം സീറോ, ഡിസ്റ്റൻസ് സീറോ. ഫോട്ടോണിന്റെ പെർസ്പെക്റ്റീവില് ജനനം മുതൽ നാശം വരെ ടൈം എക്സിസ്റ്റ് തന്നെ ഇല്ല. വൈ ലൈറ്റ് സ്പീഡ് ഈസ് എ കോസ്മിക് വോൾ? ലൈറ്റ് സ്പീഡ് ഒരു സ്പീഡ് മാത്രമല്ല, ഇത് കാഷ്വാലിറ്റിന്റെ ലിമിറ്റ്, ഇൻഫർമേഷൻ ട്രാവൽ ലിമിറ്റ്, റിയാലിറ്റി അപ്ഡേറ്റ് സ്പീഡ്. ലൈറ്റിനേക്കാൾ വേഗത്തിൽ പോയാൽ കോസ് എഫക്റ്റ് ഓർഡർ ബ്രേക്ക് ചെയ്യും. അതായത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ മിക്സ് ആണ്. ഫിസിക്സ് തന്നെ കൊളാപ്സ് ചെയ്യും. അതുകൊണ്ടാണ് സയന്റിസ്റ്റ് പറയുന്നത് ലൈറ്റ് സ്പീഡ് കോസ്മിക് വോൾ. ദെൻ ഫാസ്റ്റർ ദാൻ ലൈറ്റ് ഇമ്പോസിബിൾ ആണ്. നമ്മളെ ലൈറ്റ് സ്പീഡ് വെക്കാൻ കഴിയാത്തത് ടെക്നോളജി കുറവായതുകൊണ്ടല്ല, യൂണിവേഴ്സ് നമ്മളെ അനുവദിക്കില്ല. ലൈറ്റ് സ്പീഡ് ഒരു സ്പീഡ് അല്ല, അത് റിയാലിറ്റിയുടെ ബൗണ്ടറി ലൈൻ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടൈം സ്ലോ ആകുന്നു. ഇത് തിയറി അല്ല, എക്സ്പെരിമെന്റൽ പ്രൂവൺ ഫാക്റ്റ് ആണ്. GPS സാറ്റലൈറ്റ് പോലും എർത്തിനേക്കാൾ സ്ലോ ആയ ടൈമിലാണ് റൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ലൈറ്റ് സ്പീഡിനോട് അടുത്തെത്തുമ്പോൾ പുറത്തുള്ള ലോകം ഹൈപ്പർ ഫാസ്റ്റ് ആയി പോകും. നിങ്ങൾക്ക് സെക്കൻഡ്സ്, മിനിറ്റ്സ് ഓൾമോസ്റ്റ് സീറോ. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് സ്ലോ, കെമിക്കൽ റിയാക്ഷൻ സ്ലോ, ഏജിങ് സ്ലോ. എങ്കിൽ ലൈറ്റ് സ്പീഡിൽ എന്ത്? ഫിസിക്സ് പറയുന്നത് ടൈം സീറോ. അതായത് പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല, ഓൺലി നൗ. ഫോട്ടോണിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ജനനം മുതൽ നാശം വരെ ഒരേ ഇൻസ്റ്റന്റ് ആണ്. സോ യു ബിക്കം ഇമ്മോർട്ടൽ. ഔട്ട്സൈഡ് ഒബ്സർവിന് നിങ്ങൾ ഫോർ എവർ ഫ്രോസൺ. നിങ്ങൾക്ക് ഏജിങ് ഇല്ല, വെയിറ്റിംഗ് ഇല്ല, ഫ്യൂച്ചർ കോൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ പ്യുവർ പ്രസന്റ് ആണ്. എന്നാൽ ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് മാസ് ഉണ്ട്. മാസ് ഉള്ള ഒന്നിനും ലൈറ്റ് സ്പീഡ് എത്താൻ യൂണിവേഴ്സ് അനുവദിക്കില്ല. അതുകൊണ്ട് ടൈം ഫ്രീസ്, ഇമ്മോർട്ടാലിറ്റി, പ്യുവർ പ്രസന്റ് ഇവയെല്ലാം ഫിസിക്സിന്റെ ബൗണ്ടറിയിലുള്ള ഐഡിയാസ് ആണ്. റിയാലിറ്റി അല്ല ലിമിറ്റ്. നമ്മൾ ടൈമിൽ യാത്ര ചെയ്യുന്നതല്ല, ടൈം നമ്മളിലൂടെ ഒഴുകുകയാണ്. ലൈറ്റ് സ്പീഡ് എത്തുന്ന നിമിഷം ടൈം ഇറ്റ് സെൽഫ് നിശബ്ദമാകും. സ്പേസ് ടൈം മാത്തമാറ്റിക്സ് ബ്രേക്ക് ചെയ്യും. ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിൽ C ലൈറ്റ് സ്പീഡ് കടന്നാൽ വാല്യൂസ് ഇമാജിനറി നമ്പേഴ്സ്. റിയാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പോലും മാത്സ് പരാജയപ്പെടുന്നു. ഇത് കാരണം എഫക്റ്റോടെ കൊളാപ്സ് ചെയ്യും. ലൈറ്റിനേക്കാൾ വേഗത്തിൽ ഇൻഫർമേഷൻ പോയാൽ എഫക്റ്റ് കോസ്റ്റിന് മുൻപ് സംഭവിക്കും. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പേ ആൻസർ ഉണ്ടാകും. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ റിസൾട്ട് ഫിക്സ് ആയിരിക്കും. കാഷ്വാലിറ്റി ഇറ്റ് സെൽഫ് ബ്രേക്സ്. പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ മീനിങ് ഇല്ലാതാകും. ഡിഫറൻറ്റ് ഒബ്സർവിന് ഇവൻ്റ് ഓർഡർ ഡിഫറൻ്റ് ആയിരിക്കും. ഒരു ഫ്രെയിമിൽ പാസ്റ്റ്, മറ്റൊരു ഫ്രെയിമിൽ ഫ്യൂച്ചർ. ടൈം ഡയറക്ഷൻ ഇല്ലാത്ത ഡയമെൻഷൻ. ഫിസിക്സ് പറയുന്നത് എന്താണ്? ലൈറ്റ് സ്പീഡ് കടക്കുക, റിയാലിറ്റി ഇറ്റ് സെൽഫ് കൊളാപ്സ്. ഇത് സ്പീഡ് ലിമിറ്റ് അല്ല, ഇത് ലോജിക് ലിമിറ്റ് ആണ്. ഇത് എക്സിസ്റ്റൻസ് ലിമിറ്റ് ആണ്. യൂണിവേഴ്സ് പറയുന്നത് നിനക്ക് ഇവിടെ വരെ വരാം, പക്ഷേ ഇതിനപ്പുറം ഞാൻ തന്നെ അനുവദിക്കില്ല. ലൈറ്റ് സ്പീഡ് കടക്കാൻ കഴിയാത്തത് ടെക്നോളജി പ്രോബ്ലം അല്ല, യൂണിവേഴ്സിന്റെ നോ ആണ്. നമ്മളെ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, യൂണിവേഴ്സ് നമ്മളെ കണ്ടെയ്ൻ ചെയ്യുകയാണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, ലൈറ്റ് സ്പീഡ് കടക്കാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൈഫി യൂണിവേഴ്സിൽ പോസിബിൾ ആയി കാണുന്നത് ടൈം ബാക്ക്വേർഡ് ഫ്ലോ. ടൈം മുന്നോട്ട് ഒഴുകുന്നില്ല, പിന്നോട്ട് തിരിയുന്നു. മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് യു. ഒരു നിങ്ങൾ പാസ്റ്റില്, മറ്റൊരു നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യും. കാഷ്വാലിറ്റി വയലേഷൻ. കോസ് ഇല്ലാതെ എഫക്റ്റ്. ഡിസിഷൻ എടുക്കുന്നതിന് മുൻപേ ഔട്ട്കം സംഭവിക്കും. യു അറൈവ് ബിഫോർ യു ലീവ്. ഡിപ്പാച്ചർ ടൈമിനേക്കാൾ അറൈവ് ടൈം മുമ്പ്. ലോജിക് ഓപ്ഷണൽ. റിയാലിറ്റി ഫ്ലെക്സിബിൾ, ബട്ട് റിയൽ യൂണിവേഴ്സൽ നോ. ഇത് സിനിമാറ്റിക് ഐഡിയയാണ്, ഫിസിക്സ് അനുവദിക്കുന്നില്ല. ഐൻസ്റ്റീന്റെ ഇക്വേഷനിൽ ലൈറ്റ് സ്പീഡ് കടന്നാൽ ടൈം ഇമാജിനറി, മാസ് അൺഡിഫൈൻഡ്,
എനർജി ഇൻഫിനൈറ്റ്, ലോജിക് ഇൻകോൺസിസ്റ്റന്റ്, യൂണിവേഴ്സ് കൊളാപ്സ് സോൺ. സയൻസ് ഫിക്ഷൻ ചോദിക്കുന്നു വാട്ട് ഇഫ്. ഫിസിക്സ് അതിന് മറുപടി പറയുന്നു യു കാൺ. ലൈറ്റ് സ്പീഡ് കടക്കുന്നത് ഫ്യൂച്ചർ കാണാനല്ല, റിയാലിറ്റി തന്നെ നഷ്ടപ്പെടാനാണ്. സൈഫിയില് പോസിബിൾ, റിയൽ യൂണിവേഴ്സ് അല്ല. നമ്മൾ കാണുന്ന യൂണിവേഴ്സ് ഒരു സോളിഡ് സ്റ്റേജ് അല്ല, അത് റിയാക്ട് ചെയ്യുന്നു നമ്മൾ മൂവ് ചെയ്യുന്ന സ്പീഡിനൊപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന രീതിയോടെ. സ്പീഡ് മാറുമ്പോൾ ടൈം മാറുന്നു, ഡിസ്റ്റൻസ് മാറുന്നു, കോസ് എഫക്റ്റ് പോലും മാറും. റിയാലിറ്റി സ്റ്റാറ്റിക് അല്ല, റിലേറ്റീവ് ആണ്. യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇതൊക്കെയാണ്. ഈ യൂണിവേഴ്സിൽ ജീവിക്കുന്നില്ല, യൂണിവേഴ്സ് നീ അനുഭവിക്കുന്നതാണ്. ലൈറ്റ് സ്പീഡ് ഒരു വാളല്ല, ഒരു മെസ്സേജ് ആണ്. ലൈറ്റ് സ്പീഡ് കടക്കാൻ കഴിയാത്തത് നമ്മൾ വീക്ക് ആയതുകൊണ്ടല്ല, യൂണിവേഴ്സിന് സ്ട്രക്ചർ ഉണ്ടെന്നതിന്റെ തെളിവാണ്. അത് വെറും ലിമിറ്റ് അല്ല, അത് ഫ്രെയിം വർക്കാണ്. സ്പേസ്, ടൈം, കോസ് എഫക്റ്റ് ഇവയെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ആ സ്ട്രക്ചർ തകർന്നാൽ ടൈം ഡയറക്ഷൻ നഷ്ടപ്പെടും, കോസ് എഫക്റ്റ് അർത്ഥമില്ലാതാകും, ഒബ്സർവേഷൻ ഇറ്റ് സെൽഫ് കൊളാപ്സ് ചെയ്യും, റിയാലിറ്റി തന്നെ ഇല്ലാതാകും. യൂണിവേഴ്സ് നമ്മളെ തടയുന്നില്ല, യൂണിവേഴ്സ് നമ്മളെ സംരക്ഷിക്കുകയാണ്. ലൈറ്റ് സ്പീഡ് ഒരു വാൾ അല്ല, എക്സിസ്റ്റൻസിന്റെ ബാക്ക് ബോൺ ആണ്.